നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോവാം. ഗോൾഡൻ വോയിസ് റൗണ്ടിലെ ലതാജിയുടെ ഒരു സോങ് ആയിട്ടാണ് വരുന്നത്. നമ്മളുടെ സ്വന്തം തീർത്ഥക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ.
തീർത്ഥ സൂപ്പർ പെർഫോമൻസ്. ലതാജിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. തീർത്ഥ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ, മോളെ ആദ്യം നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം. ചെയ്തോട്ടെ? രണ്ടാമത്തെ ആൾക്കാണ് ഇവിടെ 500 കിട്ടുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് കണ്ടേക്കത്. ഇതാണ് 500 രൂപയുടെ നോട്ട്. ആദ്യത്തെ 500 എനിക്കായിരുന്നു കിട്ടിയത്. അത് അവക്ക് കൊടുക്കൂ. നീ അത് പിടിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. എന്തായിരുന്നു അത്? അത് ചുമ്മാ രസത്തിന്. ഇനി പാട്ടിലേക്ക് വരാം. തീർത്ത മക്കൾ ഉഗ്രായിട്ട് പാടിയത്. ഉഗ്രായിട്ട് പാടി. അത് നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഈ 3 പേരിരിക്കുന്ന 3 മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അസാധ്യമായിരുന്നു. കാര്യം ഈ പാട്ടില് കുറേ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പറ്റിയ കുറേ ഏരിയകളുണ്ട്. ഞാൻ അതൊക്കെ മോള് പാടി തെറ്റിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ചമ്മിപ്പോയി. കാര്യം അത് ആര് പാടിയാലും തെറ്റും അത്. അപ്പോൾ അത് ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനെ കുറേ സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, കൊച്ചതൊക്കെ കറക്റ്റായിട്ട് പാടി, നമ്മൾ തെണ്ടിപ്പോയത് അത് പറയും ചെയ്തു. അതിനെല്ലാം 500 രൂപ കൊടുത്തത് എൻ്റെ ചമ്മലില്ലാതാക്കാനാ അത് കൊടുത്തത്. മക്കളെ ഉഗ്രായിട്ട്. കാര്യം ഇതിന്റെ കമ്പോസർ ആരാണ്? മദൻ മോഹൻ. എൻ്റെ ദൈവം, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചെയ്ത പോലുള്ള പാട്ടുകളൊന്നും ഹിന്ദിയിൽ ആരും ചെയ്തിട്ടില്ലെന്ന്. കാരണം അത്രയ്ക്ക് എന്തൊരു കമ്പോസറാണ്. കാര്യം ഒരു കഥ കേട്ടിട്ടുണ്ട്. ലതാജി ആദ്യമായിട്ട് മദൻ മോഹന് പാടാൻ പോകുമ്പോൾ, അപ്പോൾ അദ്ദേഹം പുതിയതാണ്. ലതാജി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സിംഗറാണ്. അപ്പോൾ പുതിയവർക്കൊന്നും പാടത്തില്ല, മാറി നിൽക്കടേ എന്നൊക്കെ പറയുന്ന ഒരു കാലം. അപ്പോൾ അവിടെ പോയിട്ട് അവസാനം കാലൊക്കെ പിടിച്ചിട്ട് ലതാജി എങ്ങനെങ്കിലും ഒന്ന് പാടണ്ട, ഒന്ന് കേട്ടിട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടതിന് ശേഷം ലതാജി അദ്ദേഹത്തിന് ഇനി ഞാനില്ലാതെ ഒരു പാട്ടും കമ്പോസ് ചെയ്യരുത് എന്ന് മദൻ മോഹൻ്റെ അടുത്ത് ലതാജി പറഞ്ഞു എന്നാണ്. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് ലതാജിയാണ്. അസാധ്യ പാട്ടുകൾ തൊട്ടതല്ല. അതുപോലെ കാണാൻ വളരെ സുന്ദരനാണ് കേട്ടോ മദൻ മോഹൻ. അതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എത്രയോ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ ഈ കൂട്ടുകെട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മോള് ഇത് വന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പസിഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. നമ്മുടെയൊക്കെ എന്താ പറയുക, മനസ്സ് നിറഞ്ഞു മക്കളെ കേട്ടോ. ഐ ലവ് യു മുത്തേ. താങ്ക് യു ശരത് സാർ. ഷാനിക, കറണ്ട് അടിച്ച് മരിക്കൂ. കൊതിപ്പിക്കരുത്. ചുമ്മാ കൊതിപ്പിച്ച്. മക്കളെ കുഴപ്പമില്ലടാ, 9.25 മാർക്ക് തരാം. അങ്ങനെ ഈ ഷെഡ്യൂളിലെ ആദ്യത്തെ ഗോൾഡൻ മൈക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു തീർത്ഥ. കുറച്ച് നാളായി ഒരു ഗോൾഡൻ മൈക്ക് അടിച്ചിട്ട്. അതെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട് പാടി മോളെ. ലതാജി ഹിറ്റ്സില് ഇതിലും ഗംഭീരമായിട്ടൊരു സെലക്ഷൻ വേറെ ഇല്ല. മോള് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫെക്റ്റ്. ഈ പറയുന്ന പോലെ വഴുതി വീഴാൻ സാധ്യതയുള്ള പല ഏരിയാസ് ഇതിനകത്തുണ്ട്. എല്ലാം കൃത്യമായിട്ട് മോള് പാടി. കൺട്രോൾഡ് പെർഫോമൻസ്. പ്ലാൻസ് റഷ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളിൽ റഷ് കൊടുത്തു, റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവിടെ റെസ്റ്റ് കൊടുത്തു. അടിപൊളിയായിരുന്നു മോളെ. കൺട്രോൾ പെർഫോമൻസ്. വെരി 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 അടിപൊളി. അത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ സാധാരണ കയറി പിടിക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്ത്? ഡിക്ഷൻ. അതും അടിപൊളി. എല്ലാം കൊണ്ടും പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമല്ലേ? ബ്രില്യന്റ്. ഒന്നും പറയാനില്ല കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. കാത്തിരുന്ന് നമുക്ക് ഗോൾഡൻ മൈക്ക് കിട്ടിയടാ. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അതിങ്ങനെ കരഞ്ഞോണ്ടാണ് മോളെ പറയുന്നത്. എക്സൈറ്റഡ് ആയിട്ട് പറ. സന്തോഷം തോന്നുന്നു. എന്നാ പിന്നെ ഗോൾഡൻ മൈക്ക് വാങ്ങിക്കാം അല്ലേ നമുക്ക്? അതിന് പിന്നെ ഹരിച്ചേട്ടാ അവള് വന്നപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. ഹരിച്ചേട്ടനോട് പറഞ്ഞു.
എന്താ അമ്മമ്മയോട് എന്റെ സ്നേഹവും ചേട്ടാ. അന്വേഷണം ഒന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അറിയിക്കാം. ഉറപ്പായിട്ടും. തീർത്ഥയൊക്കെ അറിയാം. തീർത്ഥയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. തീർത്ഥയുടെ സിംഗിങ് ഒക്കെ ഇഷ്ടമാണ് അമ്മമ്മയ്ക്ക് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ ഇത് എന്നോട് ചോദിക്കാണ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ അഹങ്കാരമായി പോവോ ചേച്ചി ഒരു അഹങ്കാരം ഞാൻ വിളിച്ചിട്ട് കൺഗ്രാലേഷൻസ് എന്ന് പറഞ്ഞു. എല്ലാരും അങ്ങനെ തന്നെ പറയുന്നു. അതിനിപ്പോ അങ്ങനെ അഹങ്കാരം ഒന്നും ഇല്ല. ഞാൻ കൺഗ്രാലേഷൻസ് ഈ ഉച്ചയ്ക്ക് ഞാൻ പിടിച്ച സംസാരം എന്നെ എനിക്കിപ്പോഴാ കിട്ടിയത്. അപ്പൊ അതിലിപ്പോ എന്താ? അറിയിക്കാം ഉറപ്പായിട്ടും കേട്ടോ. നമ്മളെല്ലാം കൂടെ അറിയിക്കാൻ മക്കളെ കേട്ടാ. അപ്പൊ വാ ഗോൾഡൻ മൈക്ക് വാങ്ങിച്ചിട്ട് തരാം. ഗോൾഡൻ മൈക്കിൽ എന്തെങ്കിലും ഒരു 2 വരി പാടൂ. लग जा गले कि फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले അടുത്തതായി ഡുവറ്റ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ശ്രീഹരി ആൻഡ് ദേവാങ്കി. കൊഞ്ചടി മുത്തേ
ദേവാംഗി പൊളിച്ചു മക്കളെ, സൂപ്പർ, എല്ലാം അടിപൊളിയായിരുന്നു. ചോദിക്കാം നമുക്ക് ഹരിച്ചേട്ടോ. എന്റെ പൊന്ന് ശ്രീഹരി ദേവാംഗി എന്തുവായിരുന്നു? കൈയടി കാലക്കി. നീ എപ്പ സ്റ്റേജിൽ കയറിയാലും എല്ലാരും ചിരിപ്പിച്ചിട്ട് ഇറങ്ങാറുള്ളൂ കേട്ടോ. നീ അത് മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാരും ചിരിക്കാറുണ്ട്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പാട്ടും സ്റ്റേജും എല്ലാം സൂപ്പർബായിരുന്നു. ആദ്യത്തെ പാട്ട് എന്താ ജിംബൂംബേ? അപ്പോഴാണ് ഞാൻ ഈ ഷെയ്ഡ്സ് വെച്ചിരിക്കാന്ന് വിചാരിച്ചു. ഇനി നിനക്ക് ഞാൻ ജിംബൂംബേ ആയിട്ടിരിക്കും. അതുപോലെ ഇവന്റെ ഉണ്ട്. അതേതാടാ? എന്താണ് ലൈബ്രറിയനോ? ലൈബ്രറിയനാ? എടാ റേബാൻ ലൈബ്രറി. അതിനാണ് ഇത്ര കടന്ന് കഷ്ടപ്പെട്ടത് കുഞ്ഞ്. പറഞ്ഞത് ലൈബ്രറിയൻ. ഇപ്പൊ വേറെ നേരത്തെ അത് എന്താ നന്നായി വെക്കാത്തത്. ഞാൻ എന്റെ റേബ്ലാൻ എടുത്ത് എന്റെ റേബ്ലാൻ. എന്തായാലും രണ്ടുപേരും കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ഓൺ സ്റ്റേജ് തന്നെയായിരുന്നു രണ്ടുപേരും. എനിക്കിഷ്ടായി ലാലേട്ടൻ മോൻ ചെയ്തതൊക്കെ കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂടി പോയെന്നുള്ളു ലാലേട്ടനാണെന്ന് ചിന്തിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ ഇടയ്ക്ക് ശ്രീഹരി ഇടയ്ക്ക് ലാലേട്ടനിൽ നിന്നും ഭീമൻ രഘുവിലേക്ക് ഒരു ചാട്ടം. ഇടയ്ക്കിടയ്ക്കുള്ളതാ. അത് കഴിഞ്ഞ് പെട്ടെന്ന് കോഴിയിലേക്കൊരു എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയായിരുന്നു ശ്രീഹരി? എന്തായാലും ശ്രീഹരിക്ക് ആ ഉണ്ടായിരുന്ന ടെൻഷൻ, ഈ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷനൊന്നും ഇനിയും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ പെർഫോമൻസ് മതി ആ കോൺഫിഡൻസ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ദേവാംഗി രണ്ടുപേരും കട്ടക്കായിരുന്നു. 3 പാട്ടും രസമുള്ള പാട്ടുകളാണ് 3. നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു രണ്ടുപേരും. സൂപ്പർ. മക്കളെ നിങ്ങൾ രണ്ടുപേരും കലക്കി. ഭയങ്കര എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഇത് ആക്ച്വലി ഒരു പാട്ടിൽ നിന്ന് മറ്റേ പാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കോസ്റ്റ്യൂംസ് അടക്കം സ്വിച്ച് ചെയ്യുന്നുണ്ട്. ആ അടിപൊളിയായിരുന്നു. ആക്ച്വലി എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഷീറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഷീറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ല നമുക്ക്, കാരണം അത്രയും കാര്യങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി മോഹൻ ലാലേട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫടികമാണോ അതോ കിലുക്കാണോ? ചേട്ടൻ പറയായിരുന്നു ഇത് മോഹൻലാൽ അല്ല സോഹൻലാലാണ്. ഇത് കറക്റ്റ്, നീയാണ് യഥാർത്ഥ സോഹൻലാൽ. പക്ഷെ അടിപൊളിയായിരുന്നടാ. അരി വാർത്തകളെ കുറച്ച് ഫാസ്റ്റ് ഇട്ടത് പോലെ ഉണ്ടായിരുന്നു. കുറച്ച് സ്പീഡ് ഇൻഡു 2 ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ സ്പടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ മുണ്ടൊക്കെ അഴിച്ച് അല്ല അങ്ങനെയല്ലേ ലാലേട്ടൻ അതുകൊണ്ട് മാത്രം അല്ല, അത് മാത്രല്ല പിന്നെ അരയില് കെട്ടൊക്കെ ഉണ്ട് സേഫ്റ്റി. അല്ല എല്ലാം ഇടണ്ടൊക്കെ ഇട്ടിട്ടുണ്ടോ? അല്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാട്ട് പാവാട വേണം അല്ലേ? പാവാട വേണം. അപ്പൊ പാവാട ഇടാം. അല്ല പാവാട അല്ല, അപ്പൊ അതിലും തന്നെയാണ്. പിന്നെ അഴിച്ച് കളഞ്ഞ് പിന്നെയും കെട്ടേണ്ടി വരും. വലിയ കേട്. അതിന് പകരം ഇതില് പാവാടാണ് ഇത്. അല്ല സ്പടികം വന്നപ്പോ നീ എന്തെങ്കിലും ഒരു കാര്യം ഇതിന്റെ മേളിൽ കൂടി ഒരെണ്ണം ഇടാൻ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? കാരണം അതിന്റെ സ്ഫടികത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുണ്ട് പറിച്ചടിയാ. പാർവതി നമുക്ക് വേണമെങ്കിൽ കിണറ്റില് മുണ്ട് പറിച്ച് സോ മെനി ഓപ്ഷൻസ് മാൻ. അപ്പൊ അങ്ങനെ നീ അടിപൊളിയായിരുന്നു. ക്യാരക്ടർ ആയിരുന്നു അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷെ നീ എന്താണ്ടൊക്കെ ചെയ്തു. അതൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും ചിരിച്ചു. പിന്നെ ആ പാട്ടിന്റെ കാര്യത്തിൽ തന്നെ ദേവാംഗി അടിപൊളിയായിരുന്നു മോളെ. കാരണം എന്താന്നറിയാം, നമ്മള് ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പാടാൻ, അല്ലെങ്കിൽ അരോചകം എന്ന് പറയുന്ന ആ ലൈനിലേക്ക് പോകും. ഇത് കൃത്യമായിട്ടാണ് ദേവാംഗി ഈ പാട്ട് ഫുൾ പാടിയത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ മാത്രം എനിക്ക് ശ്രീഹരിയിൽ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്ത്, ആ ഹൈ പോകുന്നിടത്ത് മാത്രം. ബാക്കി ഇറ്റ് വാസ് വെരി എന്റർടൈനിങ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും. പിന്നെ നിങ്ങളുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഉമ്മാനം. ആ സമയത്ത് ദേവകിയുടെ മുഖമൊക്കെ ഒന്ന് മാറി ഇമോഷനായി. ഓനങ്ങനെ പലതും ചെയ്യും, നീ അതൊന്നും കണ്ടു ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. അതുപോലെ ആ സ്വിച്ച് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഇങ്ങനെ തന്നെ പോട്ടെ.
താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ ഓ രണ്ടുപേരും കലക്കിടാ. താങ്ക് യു സർ. കാരണം അതൊരു എന്താ പറയണ്ട രസമായിരുന്നു കാണാൻ കേൾക്കാനും. മക്കളെ അത് ജീബൂമ്പയാണ് കേട്ടോ, നീ വേറെ എന്തോ പറയുന്നത്. ജീബൂമ്പ. ജീബൂമ്പ അല്ല, ജീബൂമ്പ. ജീബൂബ. ജീബൂമ്പ. 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 ആ ജിങ്കള ജിങ്ക ജീബൂമ്പ ജിങ്കള ജിങ്ക. അത് കേട്ടിട്ട് തോന്നിയില്ലേ? ജീവൻ എം ഇപ്പുറത്തെടുത്തിട്ട് ജീം ബൂമ്പ എന്നൊക്കെ ആക്കി ആകെ അലമ്പാക്കി. അത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ആരും ഇത് ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് പാട്ട്. അത് മക്കളെ ഇപ്പോഴാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതിന് വേണ്ടി എടുത്തപ്പോ ഭീകര ഹിറ്റാണ് കേട്ടോ പാട്ട്. അപ്പം അത് തുടക്കം തൊട്ട് നല്ല രസമായിരുന്നു മോള് പാടിയതും. അപ്പം മക്കള് ഈ പാവാട വേണം എന്നുള്ളതിന്റെ സംഗതി ഒന്ന് ശരിയായിക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് പാടുക. അത് പ്രത്യേകിച്ച് ശ്യാം സാറിന്റെ പാട്ടും കൂടെ ആയതുകൊണ്ട് ഞാൻ കൊങ്ങാക്കി പിടിക്കും കേട്ടോ. അത് ശരിയാക്കി മക്കളെ. അള്ളാനെ ഉമ്മ അത് മോനെ എത്തിയില്ല കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ റിപ്പീറ്റ് പാടുമോ നീ ഒന്ന് പേടിച്ച് ഇപ്പം പാടിയതുമില്ല അങ്ങ്. അപ്പോൾ അടുത്തതിലേക്ക് ചാടിപ്പോയി. എന്തൊക്കെയാലും നന്നായി, സേഫായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാം ലാലേട്ടനെ കണ്ടാ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കോച്ചുവാദം വന്ന ലാലേട്ടൻ ഇവിടെയൊക്കെ ഇങ്ങനെ കോച്ച് നടക്കുന്നു. പക്ഷെ കൊള്ളാം. അത് അത്രേ കാണിക്കുക. സ്റ്റേജ് നമുക്ക് ഇരുന്ന് പറയാം, പക്ഷെ അത് കാണിക്കാന്ന് പറഞ്ഞാൽ വലിയ മെനക്കേടാ മക്കളെ. അതിപ്പോ എന്താണ്ടൊക്കെ അവൻ ചെയ്യുന്നു. അവന്റെ മനസ്സെന്ന് പറയാ വേറെ എന്തോ ഒക്കെയാ. അതിനിടയ്ക്ക് ഈ കൊച്ചി മറ്റേതൊക്കെ മാറ്റി ഇങ്ങനെ എടുത്ത് തട്ടമാക്കുന്നു. അതിനിടയ്ക്ക് ഇവൻ പൊത്തോന്ന് ഇവിടെ വന്ന് വീഴുന്നു. ഞാൻ വരത്തി നീ വീണതാന്ന്, നീ എണീക്കത്തിൽ അവിടെ കിടക്കുമെന്ന് വിചാരിച്ചു. അല്ല ഞാൻ റിഹേഴ്സലിനോട് സ്ലിപ്പ് ആവുണ്ടോ നോക്കി. അതൊക്കെ നോക്കി നേരത്തെ. ഓക്കെ, പക്ഷെ നന്നായിരുന്നു മക്കളെ. മറ്റേത് കോഴീനെ വിളിച്ചില്ല, പ്രാവിനെ വിളിച്ചേട്ടാ. അല്ല അത് കോഴിയെ വിളിച്ചതല്ല പറഞ്ഞത്, നീ നടന്ന കണ്ടിട്ട് അങ്ങനെ ഇരുന്നാ പറഞ്ഞത് കേട്ടോ. പ്രാവൊക്കെ തന്നെ. ഓക്കെ, അത് നല്ലതാ. അല്ല നിങ്ങൾ ആ ഫിലിം കണ്ടതാണോ? ഇല്ല, ഫിലിം കണ്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ പാട്ടെങ്കിലും കണ്ടോ? വീഡിയോസ് കണ്ടു മക്കളെ. അപ്പം മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക, വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു ഗുമ്മുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും ബോഡി ലാംഗ്വേജും ഒക്കെ നല്ല രസമായിരുന്നു. പാട്ട് മാത്രം കുറച്ച് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ കലക്കി. അടിപൊളി. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഗൈസ്, മാർക്കിന് മുന്നേ ഒരു കാര്യം കാണിക്കാനുണ്ട്. ദേവാംഗയുടെ ഒരു കഴിവ് എന്നിട്ട് ഷാനിക്ക് അത് കാണിക്കണേ. ഷാനിക്കൊക്കെ ഒരു ടാസ്ക്. ആരെയാ കണി കണ്ടത്? നോക്കോട്ടാ. മോളെ ഒന്നുകൂടെ കാണിച്ച. ഈ അവിടെ തല വേറെ എവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ. വെരി ഗുഡ് മുത്തേ. ഹരിച്ചേട്ടാ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഷാനിക്ക് പറ്റോ? അതൊന്ന് അവനെ കൊണ്ട് കാണിച്ചേ. നീ ഒന്നുകൂടെ കാണിച്ചു കൊടുക്ക്. അതിന് ശ്രീഹരി കാണിച്ചേ. കാറ്റത്ത് ആടുന്നുണ്ട് കേട്ടോ. പറ്റോ ഷാനിക്ക? ഇതെങ്ങനെ പഠിച്ചു നീ? പറയണ്ടേ. മാർക്കും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഓക്കെ, മാർക്ക്. നീ ജീംബൂമ്പായിക്ക് 8.5 മാർക്ക്. താങ്ക് യു സർ. ഇപ്പുറത്ത് ഇങ്ങനെ ആക്കി കാണിച്ച് കൊച്ചിന് ദേവാംഗിക്ക് 8.5 മാർക്ക്. ഒരേ മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ശരത് സാർ, ഇത്രയും നല്ല മാർക്കൊക്കെ കിട്ടിയില്ലേ? നമ്മുടെ ദേവാംഗിക്ക് കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിന് സ്റ്റേറ്റ് ലെവലിൽ എത്ര? 4 A ഗ്രേഡ്. 4 A ഗ്രേഡ്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ മോളെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഗാനാലാപനം, സംസ്കൃതം, പിന്നെ ശാസ്ത്രീയ സംഗീതം, പിന്നെ 2 ഗ്രൂപ്പ്. എവിടെ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ? ട്രിവാൻഡ്രത്ത്. സാറിന്റെ വീട്ടിലാന്നേ. അതാ എനിക്ക് ഡൗട്ട് അടിച്ചത്. ഞാൻ ദേവാംഗിയുടെ എന്തോ ഒരു ടാഗ് കണ്ടു, മെൻഷൻഡ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ വീട്, ദേവാംഗി എന്റെ വീടിന്റെ അകത്തിരിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ വീട്ടിലില്ലായിരുന്നു ആ സമയത്ത്. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. ഉറക്കം വരുന്നതാണോ അല്ലേ? ഉറക്കം കിട്ടുന്ന അവസരമൊക്കെ എങ്ങനെയുണ്ട് ഹരിച്ചന്റെ വീട്ടിൽ പോയിട്ട്? സൂപ്പർ. എന്റെ അമ്മ ഫുള്ള് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് മോള് വരുന്ന നിറച്ചിട്ട് അവൻ അവിടുന്ന് കടമെടുത്ത് വെച്ചതാ. 3-4 വീണ. മക്കളെ, ഇവന്റെ വീട് മുഴുവൻ സംഗീതമാടാ. എല്ലാവരും. അപ്പൊ അത് പിന്നെ അത് ഇല്ലാണ്ടിരിക്കുവോ? എന്നിട്ട് ഓമനക്കുട്ടി ടീച്ചർ എന്ത് പറഞ്ഞു? പരിപാടി കാണാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കൊറേ വർത്താനം പറഞ്ഞു. അമ്മമ്മ കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത 2 റൗണ്ട്സും പൊളിക്കണം. ഓക്കെ. ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ അർജുൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർജുൻ.
നിരകൾ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ? മഴത്തൂവലൊന്നു തരുമോ? നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. അർജു എന്തോ ഭയങ്കര രസമായിട്ട് പാടിയടാ. താങ്ക് യു. ഒരു അടിപൊളി സിനിമയിലെ ഒരു കിഡ്ലൻ സോങ്. അമ്മേനൊക്കെ കൊണ്ട് എന്താ സോപ്പിടാൻ വല്ല പരിപാടി ഉണ്ട്? അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സോങ് ഒക്കെ ആയിട്ടാണ് അർജു വന്നിട്ടുള്ളത്. സത്യം പറ, എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? ഇല്ലില്ല. ഇല്ല. പറ മക്കളെ, വല്ല സൈക്കിൾ മേടിച്ച് തരാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ അമ്മേ? ഇല്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഷാനിക്ക, അർജുനെ എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ. അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ. എന്തുകൊണ്ടാ അർജു അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് സോങ് എടുക്കാന്ന് വിചാരിച്ചു? ഇത് അമ്മയ്ക്ക് ഈ പി ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. അതുമല്ല, എനിക്ക് ഈ പാട്ട് എപ്പോൾ കേട്ടാലും എൻ്റെ അമ്മ എനിക്ക് മനസ്സിൽ വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ പി ജയചന്ദ്രൻ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. അമ്മേ, എന്ത് തോന്നി? നല്ലോണം പാടി. ഇവൻ ആളെങ്ങനെ, കുരുത്തക്കേടാണോ? വലിയ കുരുത്തക്കേടൊന്നുമില്ല. എന്റെ ഫ്ലോറിൽ മൊത്തം കുരുത്തക്കേടാ. തെറ്റിച്ചോ ഷാനിക്ക? വരി എന്തെങ്കിലും? അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ അർജുനെ നീ വരി ഒന്നും തെറ്റിക്കാതെ പാടിയടാ. നീ വരി തെറ്റിച്ചില്ല, വരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടില്ല. എഴുതിയതും കറക്റ്റ്. അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാം കറക്റ്റ്. അടിപൊളിയായിരുന്നു അർജുനെ. പാടിയതൊക്കെ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെ അനുപല്ലവിയുടെയും ശരണത്തിന്റെയും ലാസ്റ്റ് ലൈൻ, കനൽ തുമ്പി പാടും പാട്ടിൻ കടം തീരുമോ, അതും ആ രണ്ട് അനുപല്ലവിയുടെയും ശരണത്തിന്റെയും ലാസ്റ്റ് ലൈൻ മാത്രം നീ എനിക്കൊന്ന് പാടിത്തന്നെ. കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ? ഓക്കെ, ചരണത്തിന്റെ നിഴലിന്റെ മേമൂടുവാൻ നീലാവേ വരൂ. നീ നല്ല പാട്ടുകാരനാടാ. നല്ല ഫീലോട്ട് കൊടുത്തിട്ടാണ് പാടുന്നത്. വെരി നൈസ്. താങ്ക് യു സാർ. നമ്മൾ നേരത്തെ പറയായിരുന്നു നല്ല പാട്ടുകാരനാണ്,
സില്ലി മിസ്റ്റേക്സ് ആണ് അതാ അവൻ ചെയ്തു വെക്കണേ. അപ്പോഴാണ് നമുക്ക് ഈ ദേഷ്യം കൂടുതൽ വരണേ. അമ്മ എന്താണ് വിളിക്കാറ് അർജുനെ വീട്ടില്? നന്ദു. നന്ദു. അപ്പൊ അത്രേ ഉള്ളൂ മോനെ, നന്നായിട്ട് പാടി. വെരി ഗുഡ് സോങ് സെലക്ഷൻ കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ അർജുൻ, എന്തോ അർജുന് പറ്റിയൊരു പാട്ടായിട്ടാണ് അർജുൻ ഇന്ന് വന്നത്. അർജുന്റെ അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്ത് പി ജയചന്ദ്രൻ സാറിനും ഡെഡിക്കേറ്റ് ചെയ്തൊരു നൈസ് സോങ്, വെരി നൈസ് സോങ്. താങ്ക് യു സാർ. ഇതൊരു മൂക്ക് അടപ്പുണ്ടല്ലേ? ചെറുതായിട്ട്. ഓക്കെ, ഇടയ്ക്ക് എനിക്ക് തോന്നിയത് ചില ലൈൻസ് ഒക്കെ പഠിക്കും, പക്ഷെ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു അർജുൻ്റെ. പറഞ്ഞ പോലെ ലിറിക്സ് ഒന്നും തെറ്റിക്കാതെ രസമായിട്ട് അർജുൻ പ്രസന്റ് ചെയ്തു. ആ മുന്ന രണ്ടുപേരും ഒന്നുകൂടി പാടാവോ? ലാസ്റ്റ് ലൈൻസ്. കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ? അത് ഒറ്റ ബ്രത്തിലല്ലേ പാടേണ്ടത്? അല്ല, 2 ശ്വാസത്തിനാണ്. എനിക്കതെന്തോ ആ ഫീല് കിട്ടിയില്ല അവിടെ പാടിയതിന്റെ. കാരണം ജയന്ദ്രൻ സാർ അത്രയും രസമായിട്ട് പാടി വെച്ചതുകൊണ്ട് അത് മാത്രമാണ്. അപ്പൊ ആ ഒരു ഒഴുകി അങ്ങ് പോണം. പിന്നെ ഇടയ്ക്ക് സസ്റ്റെയിൻ കട്ടായി അവിടെ, നീലാവേ വരൂ, അങ്ങ് കട്ടായി. അപ്പൊ അത് കുറച്ചും കൂടി സസ്റ്റെയിൻ നിർത്തായിരുന്നു തോന്നി. അതാണ് മെയിനായിട്ട് എഴുതിയത്. പിന്നെ ലാസ്റ്റ് അങ്ങനെ അങ്ങ് വിടുകയാണല്ലേ. അവിടെ ചെറിയ ഇംപ്രവൈസേഷൻ ഒക്കെ നടത്താം അർജുന്, അല്ലേ? നടത്തിക്കൂടെ? ഒന്ന് നടത്തിക്കേ നീ. ചുമ്മാ ഒരു നീ ഒന്ന് ചുമ്മാ ഒന്ന് പാടി നോക്കിയേ. ചുമ്മാ ആ ബീറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ടോ ചേട്ടാ. അവനൊന്ന് പാടി അത് കൺക്ലൂഡ് ചെയ്യട്ടെ. അർജുൻ അത് ഇപ്പൊ ഓൺ സ്റ്റേജ് എല്ലാവരും വ്യൂവേഴ്സ് ഒക്കെ ഇരുന്ന് കേൾക്കാന്ന് വിചാരിക്കും അർജുന്റെ പാട്ട്. അപ്പൊ അർജുൻ ഇങ്ങനെ കുറച്ചുകൂടി സമയമുണ്ട് പാടി തീർക്കാൻ. ഒന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്തോ ആ ലാസ്റ്റ്. നോക്കട്ടെ അർജുൻ എങ്ങനെ സ്പോട്ടില് പാടിക്കോ. മഴ തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ഇനിയുണ്ട് ബീറ്റ്സ്, ഇനിയില്ലേ? എത്ര ബാർ ഉണ്ട് ഇനിയും? 4 ബാർ കൂടി ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പാടിക്കേ അവിടെ, ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയേ. 1 2 3 4. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ നമുക്ക് ഇടാം. അങ്ങനെ ഫില്ല് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. നീ ആ ട്യൂൺ തന്നെ പാടിക്കൊണ്ടിരിക്കുക. അതെ, ഇങ്ങനെ എനിക്ക് ഫില്ല് അറിയാം. ഈ ഫില്ല് ഞാൻ ഉദ്ദേശിച്ചത് ആ പാട്ടിന് ഇണങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ അർജുന്റെ വക, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. അതെ, എങ്കിൽ എക്സ്ട്രാ 1 മാർക്ക് ഞാൻ തരാം. പെട്ടെന്ന് പാടിക്കോ. 1 2 3 4. എടാ കള്ള, അവിടെ തന്നെ വെച്ചോ കേട്ടാ. എടാ ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായോ? നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ആ പാട്ടിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ. നീ ഹരിച്ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ കേട്ടില്ലേ ഇപ്പൊ? വേണ്ട, എന്നിട്ട് വേണം. അല്ല, ഇതൊക്കെ കോൺട്രിബ്യൂഷൻ മാസ്റ്റേഴ്സ് ആണ്. കാരണം നമ്മളെ ഷോയില് പുൽക്കൊടിയിൽ ഹരിയാണ് പാടുന്നത്. അപ്പൊ അതിന്റെ അവസാനം ഒരു വലിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ ഹരി അത് നീ അങ്ങ് ഫില്ല് ചെയ്തോളൂ. പിന്നതാ ഇത്രേ ഉള്ളൂ. ഫില്ല് ചെയ്യാനല്ലേ ഞാൻ ചെയ്തോളാം. പിന്നെ വെറുതെ സാധനങ്ങൾ കേൾക്കണം. നമ്മളിപ്പോ രണ്ട് സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ പാടുന്നതല്ല സെക്കൻഡ് സ്റ്റേജ് പാടുന്നത്. ഇത് രണ്ടും അടിപൊളിയാണ്. അത് ആ സമയത്ത് ഒരു സാധനം വരും. അപ്പൊ അർജുൻ അതൊക്കെ നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ഇത്രയും പാടി അങ്ങനെ ടോപ്പ് പിച്ചിലൊന്നും പോണമെന്നില്ല.
എന്തെങ്കിലും ചെറിയ ഇംപ്രവൈസേഷൻസ്. മറ്റേ സംഗതി പാടാനല്ലേ പറഞ്ഞു കേട്ടോ. അവൻ അപ്പോഴും സംഗതി റൂട്ടിലേക്ക് അവന് ഒരു മാർക്ക് കിട്ടുന്ന അത് പോയി, അത് മൈനസ് ഇട്ടു. ചുമ്മാ പറഞ്ഞു. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല സോൾഫുൾ ആയിട്ട് തന്നെ അർജുൻ പാടി Thank you, sir. കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു പ്രസന്റ് ചെയ്യുമ്പോൾ നീ അടുത്ത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും അർജുൻ ഇനിയും ചിന്തിക്കേണ്ടത്. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. ഹായ് മോനെ, ഹായ് സാർ. നല്ല പാട്ട് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തു, അതൊക്കെ സന്തോഷം. കൊള്ളാം, താങ്ക് യു സാർ. നന്നായിട്ട് പാടി മോൻ. പക്ഷെ എനിക്ക് ഇപ്പൊ മോനെ ഈ തരുമോ എല്ലാ ലൈൻ്റെ എൻഡില്ലേ അത് കുറച്ചും കൂടെ ഈ തരുമോ എന്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. അരിയുടെ അർത്ഥം എന്താണ്? അപ്പം അതിനുള്ള ആ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാം, അത് എടുത്തെറിഞ്ഞോണം അല്ലാതെ. അതുപോലെ തന്നെ അനുപല്ലവി തുടക്കം ഒന്ന് പാടാമോ? ഉറങ്ങാത്ത മോഹം തേടും ആ ശ്രുതി, ഓക്കെ. ആ ഉഷസ്സിന്റെ കണ്ണീർ തീരം ആ കരയുന്ന പൈതൽ പോലെ. ആ മോനെ, കരയുന്ന പൈതൽ പോലെയാണ് അല്ലേ? അപ്പൊ അതിന് ആ ഒരു തേങ്ങലുണ്ടാവണം. ദാരേ ദാരേ പോലെ പോലെ എന്ന് പറഞ്ഞാൽ അടിക്കുന്ന പൈതൽ പോലെ ഒന്ന് പാടരുത്. ഒന്ന് പാടാമോ? നിനക്ക് ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ മോനെ? ഒന്ന് പാടിയേ. അത് മോന് സ്ട്രെയിൻ ഉണ്ടോ മുകളില്? ഓ, എന്നാ താഴെ പാട്. ഇപ്പൊ ഞാൻ പാടിയോണം പാട്. കരയുന്ന പൈതൽ പോലെ. നൈസ് നൈസ് നൈസ്. അത് മനസ്സിലാക്കും. മുകളിൽ പാടുമ്പോഴും ആ ഒരു ഫീല് വിട്ട് കളയരുത് കേട്ടോ. അപ്പം മക്കളെ, ഇതേ ഉള്ളൂ. ഇതൊക്കെ ഈ തൊണ്ടയടപ്പ് കയ്യിലിരിപ്പ് കൊണ്ട് അടച്ചതാണോ അതോ? ആണോ അമ്മേ? അല്ല, ഈ അമ്മയെ ഐസ്ക്രീം എന്തെങ്കിലും മേടിച്ചു തന്നോ? അല്ലല്ല, അമ്മയെ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല. അമ്മ ആ മോനെ വിട്ട് ഒന്നും പറയുന്നില്ല. യഥാർത്ഥ അമ്മയായിപ്പോയി. എപ്പോഴാണ് നിനക്ക് ലാസ്റ്റ് അമ്മയുടെയും തല്ലി കിട്ടിയത്? ഇന്നലെ ഉച്ചയ്ക്ക്. ഫ്ലോറിൽ കയറുന്ന ഒരു 5 മിനിറ്റ് മുമ്പ്. ഇന്നലെ രാത്രിയോ? എന്തിന്? അത് ഐസ്ക്രീം കഴിച്ചതിന്. അല്ലല്ല, എന്തിനാ? അങ്ങനെ ഇന്ന കാരണങ്ങളൊന്നുമില്ല, തല്ലാൻ തോന്നിയതല്ലേ. ഫോണിൽ കളിച്ചതിന്. ഫോണിൽ കളിച്ചതിന്. ഫോണിൽ കളിച്ചതിന്. ഫോണിൽ കളിച്ചതിന്. ആ ആ ആ ആ ഫോണിൽ കളിക്കരുത് മക്കളെ. ആ മിറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുക കേട്ടോ. അതിനാണ് ഫുട്ബോൾ മേടിച്ചത്. ആ അപ്പൊ അതും കക്ഷത്തി വെച്ച് നടക്കുക. ഏതോ ഗെയിമാണോടാ കളിക്കുന്നത്? അല്ലാതെ പിന്നെ ഫോണിൽ നീ എന്താ ചെയ്യണേ? ഇതെന്താ? ഇൻസ്റ്റാഗ്രാമോ? റീൽസ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ്. ഓ, ഇൻസ്റ്റാഗ്രാമനോ? ഇൻസ്റ്റാഗ്രാമൻ. ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് ആണ്. അത് കുറച്ച് ഇന്ത്യനൈസ് ചെയ്തതാവുന്നത്. ഇൻസ്റ്റാഗ്രാമൻ നല്ലതാ മക്കളെ. ഇൻസ്റ്റാഗ്രാമിനേക്കാൾ എത്ര നല്ലതാ ഇൻസ്റ്റാഗ്രാമൻ. രാമൻ. അതെ. മോനെ, അപ്പൊ അതേ ഉള്ളൂ. ഇപ്പൊ എന്തൊക്കെയാലും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, എന്തൊക്കെയാലും കൊള്ളാം മോനെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. അർജു, മാർക്ക് ചോദിക്കാം. മാർക്സ് പ്ലീസ്. മക്കളെ, അർജുനെ എന്തോ 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഇനി സാറുമാര് മാർക്ക്. എല്ലാം എഴുതി ഓ, ഭദ്രമായി. ഇന്ന് ഷാനിക്കാണോ ചുരുട്ടുന്നേ? രണ്ടുപേരും. ഒരാൾ ചുരുട്ടിയിട്ട് കഴിഞ്ഞു. ഓ, അവരവരുടെ എന്താവശ്യമാണോ അത് ചെയ്യും. ഓക്കെ. അപ്പൊ സൂപ്പർ, നല്ല മാർക്ക്. താങ്ക് യു ചേച്ചി. ഇനി അടുത്ത 2 റൗണ്ടും പൊളിക്കണം. പൊളിക്കും. ഓക്കെ.